ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്നൊരു വാഴപ്പിണ്ടി തോരൻ ഉണ്ടാക്കാനാട്ടോ. വാഴപ്പിണ്ടി അതുപോലെ കുരുകുരാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചെടുത്ത് പരിപ്പ് വാഴപ്പിണ്ടി കൂടെ വെക്കാനും വേണം, പിന്നെ ഒരു തോരനും. അപ്പോൾ തേങ്ങ കാന്താരി മുളകും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് ചതച്ചു. എന്നിട്ടൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ ഈ വാഴപ്പിണ്ടി ഞാൻ കഞ്ഞിവെള്ളത്തിലിട്ടിട്ട് ഒന്ന് എടുത്ത് വെച്ചേക്കണേ കേട്ടോ, അത് കളറ് പോകാതിരിക്കാൻ. കുറച്ച് നേരം ഇച്ചിരി കളർ എന്നാലും വ്യത്യാസം വന്നിട്ടുണ്ട്. എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചിട്ട് വാഴപ്പിണ്ടി അതിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞില്ലേ, പരിപ്പും വാഴപ്പിണ്ടി കൂടെ കുറച്ച് വെക്കണം. ചുമ്മാ തേങ്ങയൊന്നും അരയ്ക്കാതെ ഉള്ളിയും മുളകും ചതച്ചിട്ട് അത് നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ ഉണ്ടാക്കണത്. അപ്പോൾ അതേ കടുകിട്ട് പൊട്ടിച്ചിട്ട് അത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട്, ഉപ്പ് അധികമൊന്നുമല്ല കേട്ടോ, പാകത്തിനേ ഉള്ളൂ. പിന്നെ തേങ്ങ ഒക്കെ ചേർക്കാനുള്ളത് കൊണ്ട് അത്ര ഇട്ടേക്കണേ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് മൂടി വയ്ക്കും. ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. ഇനി അതിലോട്ട് അരപ്പും കൂടെ ചേർത്തൊന്ന് അരപ്പിനൊരു വേവണമല്ലോ. അപ്പോൾ അരപ്പും കൂടെ ചേർത്ത് അതിലേക്കിട്ട് അതും കൂടെ തട്ടിപ്പൊത്തി മൂടി വയ്ക്കണം. അപ്പോൾ ഇത് ഒരു വളവും ചേർക്കാത്ത നല്ലൊരു തോരനല്ലേ. എനിക്കിതുപോലെയൊക്കെയുള്ള തോരനൊക്കെ ആയിട്ട് ഇഷ്ടം. ചേമ്പ്, താള്, പിന്നെ ഈ ചീരച്ചേമ്പില്ല, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതുപോലെയുള്ള വാഴപ്പിണ്ടി ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇനി അത് അരപ്പും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ മൂടി വെച്ച്, അതിനൊരു വേവുണ്ടല്ലോ, അപ്പോൾ അതങ്ങനെ തട്ടിപ്പൊത്തി മൂടി വെച്ച് അത് ഒന്ന് സിമ്മിലിട്ട് അതൊന്ന് വേവാനായിട്ട് വെക്കണം. അപ്പോൾ അതും വലിയ വേവൊന്നുമില്ല ഇതിന്. തുറന്ന് നല്ല അടിപൊളി തോരൻ റെഡി. എല്ലാവരും